രാത്രിയായാലും പകലായാലും നമുക്ക് ഇഷ്ടമുള്ള അത്ര ഈരണ്ട് റക്അത്തുകളായിട്ട് സുന്നത്ത് നമസ്കാരങ്ങൾ മുത്തലക്കായിട്ട് നിസ്കരിക്കാം. ഇഷ്ടമുള്ള അത്ര നിസ്കരിക്കാം. വിരോധിക്കപ്പെട്ട 3 സമയങ്ങളുണ്ട്. ഒന്ന്, സൂര്യൻ ഉദിച്ചുയരുന്ന സമയം, അതായത് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിച്ച് ഉയരുന്നത് വരെയുള്ള സമയം. ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല, ഒരു നിസ്കാരം പാടില്ല. രണ്ടാമത്തത്, സൂര്യൻ ആകാശമധ്യത്തിൽ നിൽക്കുന്ന സമയം, അഥവാ ളുഹറിന് തൊട്ട് മുമ്പുള്ള ഒരു 15 മിനിറ്റ് സമയം നമുക്ക് എടുക്കാം. ആ സമയത്ത് നമ്മൾ ഒരു നമസ്കാരവും നിർവഹിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള സമയം, സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അസ്തമിക്കുന്നതിന് മുമ്പുള്ള സമയം, അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് അസ്തമിക്കുന്നത് വരെയുള്ള സമയം, ഈ സമയത്ത് നമ്മൾ നമസ്കരിക്കാൻ പാടില്ല. അതല്ലാത്ത മറ്റേത് സമയത്തും നമുക്ക് വുളു എടുത്ത് 2 റക്അത്തോ 4 റക്അത്തോ 6 റക്അത്തോ നമുക്ക് ഇഷ്ടമുള്ള അത്ര ഈരണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് മാത്രം നിയ്യത്ത് വെച്ചാൽ മതി. മുത്തലക്കായ സുന്നത്താണ്. മുത്തലക്ക് തന്നെ പ്രത്യേകിച്ച് ഉപാധികൾ, സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത, നമ്മൾ ളുഹറിൻ്റെ മുമ്പ് ളുഹറിൻ്റെ ശേഷം, അതൊരു നിശ്ചയിക്കപ്പെട്ട രൂപമാണ്. അതേപോലെ തന്നെ ളുഹ, അതൊരു നിശ്ചയിക്കപ്പെട്ട സമയമാണ്. വിത്തർ, ഖിയാമുല്ലൈൽ, അതൊക്കെ നിശ്ചയിക്കപ്പെട്ടതാണ്. ആ നിശ്ചയങ്ങളൊന്നുമില്ലാത്ത സ്വതന്ത്രമായിട്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, ആ നമസ്കാരങ്ങൾ അതിൻ്റെ ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യാം, നമുക്ക് 2, 4, 6 റക്അത്തായിട്ട് നമസ്കരിക്കാം. ആ നിയ്യത്തോടു കൂടി നിസ്കരിച്ചാൽ മതി. അപ്പോൾ അതിനെന്ത് നിയ്യത്ത് വെക്കേണ്ടതില്ല, രാത്രി നമസ്കാരം എന്നോ അല്ലെങ്കിൽ തഹജ്ജുദ് എന്നോ ഒന്നും നിയ്യത്ത് വെക്കേണ്ടതില്ല. നമ്മൾ മുത്തലക്കായി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നു എന്ന നിയ്യത്താണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്നർത്ഥം.